ഹായ് ഫ്രണ്ട്സ്, സാബിഡി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ഒരാഴ്ചത്തെ റിലീസുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമകളൊക്കെ ഉണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അപ്ഡേറ്റുകളൊക്കെ ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ നെസ്ലിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഐ ആം കാതൽ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ എന്താ പറയുക, തിയേറ്ററിൽ വലിയൊരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല, എങ്കിലും നല്ല പ്രേക്ഷക പ്രതികരണം നേടിയ ഒരു സിനിമയായിരുന്നു ഐ ആം കാതൽ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ഒരു സിനിമ മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നതാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടായിരിക്കും ഈ ഒരു സിനിമയുടെ റിലീസ് ഉണ്ടാവുക എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ കുഞ്ചാക്കോവനും ജ്യോതിർമയും ഫഹദ് ഫാസിലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമൽ നീരദ് പടമായിരുന്നു ബോഗൻ വില്ല എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവാണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഈ സിനിമ OTT റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. പക്ഷേ എന്നാലും ഒരു ദിവസം മുമ്പേ, അതായത് ഡിസംബർ മാസം 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷം ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പിന്നെ മലയാളം ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു DNA എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതാണ്. ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്, കൊറിയൻ സീരീസ് ആണ്. സ്ക്വിഡ് ഗെയിം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസൺ ആണ്. നെറ്റ്ഫ്ലിക്സിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സീരീസ് കൂടിയായിരുന്നു ആണ് സ്ക്വിഡ് ഗെയിം സീസൺ 2 എന്ന് പറഞ്ഞ സീരീസ്. സ്ക്വിഡ് ഗെയിം ഫസ്റ്റ് സീസണ് ഗംഭീര വിജയം തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സീരീസ് ഡിസംബർ മാസം 26-ാം തീയതി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ബിജുമേനോൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ റൊമാൻറ്റിക് വിഭാഗപ്പെട്ട സിനിമയായിരുന്നു കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കമ്മിങ് സൂൺ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഡിസംബർ മാസം 13-ാം തീയതി ഈ സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിലൊരു പരാജയമായിരുന്നു ഈ സിനിമ, എങ്കിലും പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. ഇന്ന് ഈ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്നും കമ്മിങ് സൂൺ പോസ്റ്റർ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഈ ഒരാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച. എന്തായാലും ഈ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ. അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്ന സിനിമ. ഈ സിനിമ ആമസോൺ പ്രൈമിൽ വീഡിയോ സ്റ്റോറിൽ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിലും ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത ഇന്ദ്രൻസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇന്ദ്രൻസ് മുരളിഗോപി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത കനകരാജ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ആമസോൺ പ്രൈമിലാണ്. ഇന്നിപ്പോൾ സർപ്രൈസ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ മനോരമ മാക്സിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഏതൊക്കെ സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.